നമസ്കാരം. ഇന്ത്യയിൽ ഒരു കാലത്ത് ഫോർഡ് സൃഷ്ടിച്ച പ്രതാപം ചില്ലറയൊന്നുമല്ല. ആഡംബരത്തിന്റെയും അതുപോലെ തന്നെ സുഖ സൗകര്യത്തിന്റെയും കാര്യത്തിൽ ഫോർഡ് കാറുകൾ ഒരു തട്ട് മുകളിൽ തന്നെയായിരുന്നു. എന്നാൽ 2021 ഇന്ത്യയിലെ കച്ചവടം അവസാനിപ്പിച്ച ഫോർഡ് കമ്പനി മടങ്ങിയത്. നഷ്ടം കുമിഞ്ഞു കൂടിയതും വളർച്ചയുടെ അഭാവവും മൂലമാണ് ഇന്ത്യ വിടുന്നതെന്നാണ് അന്ന് ഫോർഡ് പ്രസ്താവിച്ചത്. 10 വർഷത്തിനിടെ ഏകദേശം $2 ബില്യൺ നഷ്ടമായിരുന്നു ഫോർഡ് നേരിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ കാർ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫോർഡിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച ചില അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വരുന്നത്. അത് വിശദമായി നോക്കാം. കഴിഞ്ഞ വർഷം എവറസ്റ്റും റാപ്റ്ററും ഇന്ത്യൻ നിരത്തുകളിൽ കണ്ടതോടെ ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആ ഒരു കഥയിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ വിപണി സുസ്ഥിര ഗതാഗതത്തിലേക്കുള്ള മാറ്റത്തിന്റെ പാതയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുമായി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വമ്പനൊരു റീ എൻട്രി നടത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഫോർഡ് ആലോചിക്കുന്നത്. ഒരു തിരിച്ചുവരവിനുള്ള വിപണി സാധ്യതകൾ ഫോർഡ് പരിഗണിക്കുകയാണ്. ഇത് ഉന്നതതല സമിതിയുമായി കൂടി ആലോചിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിലേക്കുള്ള പുനഃപ്രവേശനത്തിന് ഉടൻ അനുമതി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുമാണ് ഫോർഡിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം സജീവമായി പ്രോത്സാഹിപ്പിക്കുകയാണ്. EV മേഖലയിൽ ആഗോള നിക്ഷേപം ആകർഷിക്കുന്നതിനായി സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ വാഗ്ദാനവും ചെയ്യുന്നുണ്ട്. അടുത്തിടെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബാറ്ററി ഉൽപാദനത്തിൽ നിർണായകമായ അയോണിന്റെ അടിസ്ഥാന നികുതി ഒഴിവാക്കിയിരുന്നു. രാജ്യത്ത് EVകളുടെ നിർമ്മാണവും വിൽപ്പനയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം. ഇന്ത്യയുടെ പുതിയ EV നയം ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല രാജ്യത്തെ EV ഹബാക്കി മാറ്റാനും ഉദ്ദേശിക്കുന്നുണ്ട്. പ്രാദേശിക ഉൽപാദന കേന്ദ്രങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി നേരത്തെ $2 ബില്യൺ ആയിരുന്നു ഫോർഡ് ഇന്ത്യയിൽ നിക്ഷേപിച്ചിരുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനങ്ങൾ ഫോർഡ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർഡിന്റെ ഇക്കോസ്പോർട്ട, ഫിഗോ, എൻഡവർ എന്നിവ ഇന്ത്യയിൽ ജനപ്രിയമായിരുന്നു. എന്നിരുന്നാലും വേണ്ടത്ര അപ്ഡേറ്റുകൾ നൽകാതിരുന്നതും കൊറിയൻ കമ്പനികളിൽ നിന്നടക്കം മത്സരം വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് ഫോർഡിന് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെ ഇന്ത്യ വിട്ടുപോയത്. ഫോർഡ് മടങ്ങിയെത്തിയാൽ അവരുടെ ചെന്നൈ പ്ലാന്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗുജറാത്ത് പ്ലാന്റ് നേരത്തെ ടാറ്റ മോട്ടോഴ്സിന് വിറ്റതിനാൽ തന്നെ ഭാവി ഉൽപാദനത്തിനുള്ള പ്രായോഗിക ഓപ്ഷനായി ചെന്നൈ പ്ലാന്റ് തുടരുകയും ചെയ്യുന്നുണ്ട്. ഫോർഡ് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച ശേഷം JSW ഗ്രൂപ്പ് ഉൾപ്പെടെ നിരവധി കമ്പനികൾ ഈ പ്ലാന്റ് ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. JSWയുമായുള്ള ഡീൽ ഉറപ്പിച്ചുവെന്ന രീതിയിൽ വരെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ചെന്നൈ പ്ലാന്റ് നിലവിൽ വിൽക്കാൻ ഉദ്ദേശമില്ല എന്ന ഫോർഡ് അറിയിച്ചതോടെ തന്നെ കമ്പനിയുടെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് പലർക്കും മണത്തിരുന്നു. ഫോർഡിന്റെ തിരിച്ചുവരവ് വേഗത്തിലായാലും ചെന്നൈയിലെ പ്ലാന്റിൽ ഉൽപ്പാദനം ആരംഭിക്കാൻ 1 വർഷമെങ്കിലും എടുത്തേക്കും. പുതിയ EV മോഡലുകൾ ഉൾക്കൊള്ളാൻ പ്ലാന്റിൽ നവീകരണം നടത്തേണ്ടതായുണ്ട്. ഫോർഡ് ഉടൻ തന്നെ ഇന്ത്യയിൽ റീ എൻട്രി നടത്തിയാലും അതിന്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാകാൻ സമയമെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ വാഹന വിപണി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫോർഡിന്റെ തിരിച്ചുവരവ് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഫോർഡിന്റെ ഇന്ത്യയിലേക്കുള്ള റീ എൻട്രി പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും പുതിയ മോഡലുകൾ വിപണിയിൽ എത്തുന്നതിന് മുൻപ് കാര്യമായ തയ്യാറെടുപ്പും സമയവും ഫോർഡിന് വേണ്ടിവരും. ഏതായാലും ഫോർഡിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.